നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രി വീഡിയോ പങ്കുവച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മിസ്റ്റർ മോദി, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അർദ്ധരാത്രി പരിതാപകരമായ വീഡിയോ പങ്കുവച്ച് അവരുടെ ബുദ്ധിയെ അപമാനിക്കരുത്. പ്രധാനിനെ പുറത്താക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരെ ശിക്ഷിക്കുക, മാപ്പ് പറയുക. പ്രധാനമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ പറഞ്ഞു. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വച്ചായിരിക്കും ചർച്ചയെന്ന് CJP വക്താവ് സൗരവ് ദാസ് പറഞ്ഞു. JP നദ്ദയുടെ ഓഫീസിലോ വീട്ടിലോ വച്ച് ചർച്ചയാകാമെന്നതിൽ നിന്ന് കേന്ദ്രം പിന്മാറുകയും ഇരുഭാഗത്തിനും സ്വീകാര്യമായ വേദിയിൽ ചർച്ച നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണിതെന്നും സൗരവ് പറഞ്ഞു. വേദി സംബന്ധിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വച്ച് ചർച്ച നടക്കും, സൗരവ് ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് കേന്ദ്രവുമായി ചർച്ച നടത്തും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CJPക്ക് പിന്തുണ അറിയിച്ച് നിരാഹാരം കിടന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് ഉപവാസ സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ചർച്ചയ്ക്കും കളമൊരുങ്ങുന്നത്. അതേസമയം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചതിൽ ആശ്വാസമുണ്ടെന്നും എന്നാൽ ജന്തർ മന്ദറിൽ നടക്കുന്ന സമാധാനപരമായ സമരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ തുടരുമെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. 26 ദിവസത്തെ നിരാഹാരം സോനം സാർ അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ട്. നിങ്ങളുടെ ധൈര്യത്തിനും ത്യാഗത്തിനും നന്ദി. നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ മനസാക്ഷിയെ ഉണർത്തി. നിങ്ങളുടെ ജീവൻ രാജ്യത്തിന് വിലപ്പെട്ടതാണ്, ദീപ്കെ എക്സിൽ പറഞ്ഞു. ഗുരുഗ്രാം മേദാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക് ഉപവാസം അവസാനിപ്പിച്ചത്. മേദാന്ത ആശുപത്രി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ ജിതേന്ദ്ര സിംഗ് സഹായിക്കുന്നതും JP നഡ്ഡ അദ്ദേഹത്തിന് വെള്ളം നൽകുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സോനം വാങ്ചുകിന്റെ ഭാര്യ ഗീതാഞ്ജലി അങ്മോയും ഈ സമയം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. എന്റെ ഉപവാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതജ്ഞയുള്ളവനും സന്തുഷ്ടനുമാണ്, നന്ദി, കേന്ദ്രമന്ത്രിമാരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വാങ്ചുക് പറഞ്ഞു. ഗീതാഞ്ജലി എപ്പോഴും എന്റെ അരികിലുണ്ടായിരുന്നു. നിന്നോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പകരം എന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു, സോനം വാങ്ചുക് ഭാര്യയോടായി പറഞ്ഞു. ഉപവാസം അവസാനിക്കുന്ന തൊട്ടുമുമ്പ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം കേസുകളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കാരങ്ങളും ചോദ്യപേപ്പർ ചോർച്ചയിലെ ഉത്തരവാദിത്വം ആവശ്യപ്പെട്ട് ജൂൺ 28 വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട സമരം തുടർന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധക്കാർക്കൊപ്പം ജന്തർ മന്ദിറിലായിരുന്നു അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചത്. എന്നാൽ ഇപ്പോഴും പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വാദവും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ആ വാദങ്ങളെല്ലാം അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് അഭിജിത് ദീപ്കയുടെയും CJPയുടെയും തീരുമാനം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അതിൽ കുറഞ്ഞതൊന്നും തന്നെ ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക്, മരണപ്പെട്ട കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വേണമെന്ന് CJP ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്.